ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു വൈനാണ്. ഇത് 7 ദിവസം കൊണ്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മളുടെ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ളൂ. ഒരാഴ്ച കൊണ്ട് നമ്മൾക്ക് നല്ലൊരു വൈൻ റെഡിയാക്കാൻ പറ്റും. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉണക്കമുന്തിരി, പഞ്ചസാര കരിച്ചത്, ഗോതമ്പ്, ഈസ്റ്റ്, ഒരു മുട്ടയുടെ വെള്ളയാണ് ഉപയോഗിക്കുന്നത്. കഴുകി വെച്ചിരിക്കുന്ന ഗ്രേപ്സിനകത്തോട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാൻ വയ്ക്കുന്നു. അത് 1 മണിക്കൂർ ശേഷം ഞാൻ വെള്ളമെല്ലാം ഒന്ന് മാറ്റി വെച്ചും അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ക്രഷ് ചെയ്ത് ബോട്ടിലോട്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് കരിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കാരമൽ ഒഴിക്കുവാണ്. അതിന് പുറകെയായിട്ട് ഈസ്റ്റ് ഇട്ടു. അതിനുശേഷം ഞാൻ വെള്ളം ഒഴിച്ചു. തിളപ്പിച്ചാറിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ഒന്ന് കിഴി കെട്ടിയാണ് അതിനകത്തേക്ക് ഇടുന്നത്. അതുകൂടെ കിഴി കെട്ടി അതിലിട്ടതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി നന്നായിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നു. ഇതിനകത്ത് മുട്ടയുടെ വെള്ളം ഇപ്പം ഞാൻ ചേർത്തിട്ടില്ല. അത് 2 ദിവസത്തിന് ശേഷമാണ് മുട്ടയുടെ വെള്ളം ചേർക്കുന്നത്. ആ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് ചേർക്കാനായിട്ട്. അത് ദിവസവും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. തടിയുടെ സ്പൂണാണ് നല്ലത്. അത് ഉപയോഗിച്ചതിന് ശേഷം കഴുകി ദിവസവും നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഉപയോഗിച്ച സ്പൂണ് തന്നെ വേണം ഉപയോഗിക്കാൻ, സ്റ്റീലിൻ്റെ ഒന്നും ഉപയോഗിക്കരുത്. അപ്പം നമ്മളുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് 6 മാസം മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന വൈനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് 7 ദിവസം കഴിയുമ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്നത് അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കോട്ടൺ തുണി ഇട്ടിട്ട് വേണം നമ്മളിത് അരിച്ചെടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ തരിയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അതൊരു കുപ്പിയിലാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു വൈൻ കിട്ടും. പിന്നെ നമ്മളിത് അരിക്കുന്നത് കൂടുതലായിട്ടും രാവിലെ അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.